നമസ്കാരം. ആലപ്പുഴ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുകളിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വസ്തുവ്യാപാരി സെബാസ്റ്റ്യൻ എന്ന 68-കാരനെ കേന്ദ്രീകരിച്ചാണ്. ഒറ്റയ്ക്ക് കഴിയുന്ന സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീകളെ വശത്താക്കി സ്വത്തുവകകളും സ്വർണ്ണാഭരണങ്ങളും കൈവശപ്പെടുത്തിയ ശേഷം ഇവരെ സെബാസ്റ്റ്യൻ കൊന്നുതള്ളിയതാകാം എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത കരിഞ്ഞ മൃതദേഹത്തിന്റെ അസ്ഥികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതോടെ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ബിന്ദുവിനും ഐഷയ്ക്കും ജൈനമയ്ക്കും പിന്നാലെ 2020 ഒക്ടോബർ 19 കാണാതായ ചേർത്തല സ്വദേശിനി സിന്ധുവിന്റെ തിരോധാനത്തിന് പിന്നിലും സെബാസ്റ്റ്യൻ തന്നെ ആകാമെന്നും പോലീസ് കരുതുന്നു. അതിനിടയിലാണ് സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ലെന്നും സഹായികൾ ഉണ്ടായേക്കാമെന്നും കാണാതായ ഐഷയുടെ ബന്ധു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തെ ആലപ്പുഴയിലെ തിരോധാന കേസുകളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ പതിയുമ്പോൾ പുറത്തുവരാനിരിക്കുന്നത് സെബാസ്റ്റ്യൻ എന്ന സീരിയൽ കൊലപാതകിയുടെ വിവരങ്ങളാകും. എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് സെബാസ്റ്റ്യൻ എന്ന ആളുടെ മുന്നിലാണ്. അയാൾ ഒന്നും തന്നെ പോലീസിനോട് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് ഈ കാണാതായ സ്ത്രീകളിൽ ആരുടെയോ ഒരാളുടെ മൃതദേഹമാണ് അതെന്നും മറ്റുള്ളവരെയും സെബാസ്റ്റ്യൻ കൊന്നു തള്ളിയിട്ടുണ്ടാകാം എന്നുമുള്ള നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. ആരായിരുന്നു ഈ 4 സ്ത്രീകൾ? എന്താണ് ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ? എപ്പോൾ മുതലാണ് ഈ സ്ത്രീകളെ കാണാതായത്? അവരുടെ ബന്ധുക്കൾ പല സന്ദർഭങ്ങളിലായി പോലീസിന് നൽകിയ പരാതികൾ, അതിനെ തുടർന്ന് അന്വേഷണമൊക്കെ ഇപ്പോൾ സെബാസ്റ്റ്യനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരാൻ പോകുന്നത് ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ വിവരങ്ങളാകുമോ എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മനോരോഗിയായിരുന്നോ? അയാൾ ഒരു സീരിയൽ കില്ലർ എന്ന നിലയിൽ കാണേണ്ട വ്യക്തിയാണോ? ഏതായാലും ഇനിയും അന്വേഷണ സംഘത്തിന് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. തെളിവ് എടുപ്പ് നടത്താനുണ്ട്. സാഹചര്യ തെളിവുകൾ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നുണ്ട്. സൈബർ തെളിവുകൾ അവർ ശേഖരിക്കുന്നുണ്ട്. ആരായിരുന്നു ഈ കാണാതായി പോയ 4 സ്ത്രീകൾ? എപ്പോൾ മുതലാണ് അവരെ കാണാതായത്? എന്താണ് അവരുടെ തിരോധാനത്തിന് പിന്നിൽ സംഭവിച്ചത്? ഈ കാര്യങ്ങൾ എൻകൗണ്ടർ എന്ന് പരിശോധിക്കുമ്പോൾ കാണാതായവരുടെ ചിലരുടെ ബന്ധുക്കൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. ആദ്യം നമുക്ക് നോക്കേണ്ടത് കാണാതായ, അതായത് തിരോധാനം എന്ന പരാതി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ 4 സ്ത്രീകൾ ആരൊക്കെ എന്നതാണ്. ആദ്യം ബിന്ദു പത്മനാഭൻ. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തിയ ആദ്യ കേസ് ബിന്ദു പത്മനാഭൻ്റെതാണ്. 2006 മുതൽ ബിന്ദുവിനെ കുറിച്ച് ഒരു വിവരവും ബിന്ദുവിൻ്റെ ബന്ധുക്കൾക്കില്ല. സാമ്പത്തികമായി വളരെ ഉയർന്ന ജീവിത പശ്ചാത്തലമുള്ള ആളാണ് ബിന്ദു. സൗഹൃദം സ്ഥാപിച്ച് സെബാസ്റ്റ്യൻ ബിന്ദുവുമായി അടുപ്പത്തിലായി എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് വിവിധ സ്ഥലങ്ങളിലുള്ള സ്ഥലം സെബാസ്റ്റ്യൻ സ്വന്തം പേരിലാക്കി, അതായത് ബിന്ദുവിൻ്റെ വസ്തുവകകൾ സ്വന്തം പേരിലാക്കി സെബാസ്റ്റ്യൻ 2016 സ്വത്ത് ഭാഗം വെക്കലിൻ്റെ ഭാഗമായി കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന, പ്രത്യേകിച്ച് സഹോദരനുമായി അകന്നു കഴിഞ്ഞിരുന്ന ബിന്ദുവിനെ സമീപിക്കാൻ ബന്ധുക്കൾ ശ്രമിച്ചു. ബിന്ദുവിനെ ബന്ധപ്പെടാനായില്ല. ബിന്ദുവിൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം, അതായത് എറണാകുളത്ത് ധാരാളം സ്ഥലം ബിന്ദുവിനുണ്ടായിരുന്നു. ആ സ്ഥലം സെബാസ്റ്റ്യൻ എന്ന ആൾക്ക് വിറ്റു എന്ന് രേഖകളിൽ നിന്ന് ഈ സഹോദരൻ കണ്ടെത്തുകയാണ്. ഇതോടെ ബിന്ദുവിനെ കാണാനില്ലെന്ന് 2017 കുടുംബം പരാതി നൽകുന്നത്. സെബാസ്റ്റ്യനെ 1-ാം പ്രതിയാക്കി കേസെടുത്തെങ്കിലും തെളിവുകളില്ലാത്തതിനാൽ അന്ന് പോലീസ് വിട്ടയച്ചു. ബിന്ദുവിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്ന കേസിലും 1-ാം പ്രതിയായി നിൽക്കുന്നത് ഈ സെബാസ്റ്റ്യനാണ്. ഇനി 2ാമത്തെ തിരോധാന കേസിനെ കുറിച്ച് നോക്കാം. 2ാമത് കാണാതായതായി പരാതി ഉയർന്നത് ഐഷ എന്ന സ്ത്രീയെക്കുറിച്ചാണ്. ചേർത്തല സ്വദേശിനിയാണ് ഐഷ. ഐഷയെ കാണാതാകുന്നത് 2012 മുതലാണ്. ഐഷ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടത് എങ്ങനെ എന്ന കാര്യം ഇപ്പോഴും ആർക്കും വ്യക്തതയില്ല. എന്ത് ബന്ധമായിരുന്നു ഐഷയുമായി സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എന്ന കാര്യം ബന്ധുക്കൾക്കോ അവരുടെ മക്കൾക്കോ അറിയില്ല. ഇരുവരും തമ്മിൽ സ്ഥലക്കച്ചവട ഇടപാടുകൾ നടന്നു എന്നതിൻ്റെ സൂചന മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നതായി നാട്ടുകാരും
കുടുംബവും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഐഷ തിരോധാന കേസിൽ ചേർത്തല സ്വദേശിനിയായ ഒരു സ്ത്രീക്ക് കൂടി പങ്കുണ്ട് എന്ന് കുടുംബത്തിൻ്റെ മൊഴി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിക്കുമ്പോഴായിരിക്കും ഐഷയുമായി സെബാസ്റ്റ്യൻ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. റിട്ടയേർഡ് പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്നു ഐഷ. ഐഷയുടെ തിരോധാനത്തെക്കുറിച്ചും അന്വേഷണം നടന്നു എന്നതല്ലാതെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമതായി ഈ തിരോധാന കേസുകളിലേക്ക് ഏറ്റവും പുതുതായി എഴുതി ചേർക്കപ്പെട്ട പേരാണ് മധ്യവയസ്സുള്ള സിന്ധുവിൻ്റേത്. ചേർത്തല സ്വദേശിനിയാണ് സിന്ധു. സിന്ധുവിനെ കാണാതാകുന്നത് 2020 ഒക്ടോബർ 19 മകളുടെ കല്യാണ നിശ്ചയത്തിന് 2 ദിവസം മുൻപ് ക്ഷേത്രത്തിൽ പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സിന്ധു. പിന്നീട് സിന്ധുവിനെ കുറിച്ചൊരു വിവരവുമില്ല, ആരും സിന്ധുവിനെ കണ്ടിട്ടുമില്ല. സിന്ധു ഭർത്താവുമായി അകന്നു കഴിയുന്ന ഒരു സ്ത്രീയായിരുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാണാതായ സ്ത്രീകളുടെ അതേ ജീവിത പശ്ചാത്തലം തന്നെയാണ് ഈ സിന്ധുവിനുമുള്ളത്. അങ്ങനെ സിന്ധുവും ഒരുപക്ഷെ സെബാസ്റ്റ്യന്റെ വലയിൽ പെട്ടിരിക്കാം എന്ന് പോലീസ് കരുതുന്നു. സിന്ധു തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്ന് സംശയിക്കാനുള്ള കാരണം ഇതേ ജീവിത പശ്ചാത്തലമുള്ള ഒരാൾ എന്ന നിലയിലാണ്. സിന്ധുവിനെയും സെബാസ്റ്റ്യനെയും ബന്ധിപ്പിക്കുന്ന ഒരു സൂചനയും ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇനി മറ്റൊരു തിരോധാന കേസിൽ കാണാതായത് ജൈനമ്മ എന്ന സ്ത്രീയാണ്. ജൈനമ്മയെ കാണാതാകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് 2024 ഡിസംബർ 23 സെബാസ്റ്റ്യനുമായി വർഷങ്ങളായുള്ള അടുപ്പം ജൈനമ്മയ്ക്കുണ്ട് എന്നാണ് കരുതുന്നത്. ഇരുവരും പരിചയപ്പെടുന്നതാകട്ടെ ഈരാറ്റുപേട്ടയിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ്. 2024 ഡിസംബറിൽ ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. വിവരം ലഭിച്ചത് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ്. ജൈനമ്മയുടെ സ്വർണം വിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ 4 തിരോധാന കേസുകളിലും മറുഭാഗത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് സെബാസ്റ്റ്യൻ എന്ന 68 വയസ്സുകാരനാണ്. സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളുടെ വസ്തുവകകളും സ്വർണം തട്ടിയ ശേഷം ഇവരെ ഈ ഭൂമുഖത്ത് നിന്ന് നീക്കം ചെയ്തു. അവരുടെ മൃതദേഹങ്ങൾ അങ്ങനെയാണെങ്കിൽ സെബാസ്റ്റ്യൻ എന്ത് ചെയ്തു? ഏത് മാനസികാവസ്ഥയിലാണ് സെബാസ്റ്റ്യൻ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക? സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണോ? ഈ വിഷയം എൻകൗണ്ടറിൽ നിന്ന് പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 അതിഥികൾ നമുക്കുണ്ട്. അതിലൊരാൾ മജീദ് യൂസഫാണ്. കാണാതായ നമ്മൾ നേരത്തെ പറഞ്ഞ ഐഷയുടെ മകനാണ് മജീദ് യൂസഫ്. മറ്റൊരാൾ റോസമ്മയാണ്, ഐഷയുടെ അയൽവാസിയാണ്. ഈ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് കൈമാറാൻ റോസമ്മയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റോസമ്മ ഇന്ന് ഈ ചർച്ചയിൽ നമ്മുടെ അതിഥിയായിരിക്കുന്നത്. ഹരിദാസ് ടി.ആർ, സെബാസ്റ്റ്യന്റെ സുഹൃത്ത്. ഏത് തരക്കാരനായിരുന്നു സെബാസ്റ്റ്യൻ? അയാളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോരോഗം ഒളിഞ്ഞു കിടന്നിരുന്നു, ഒരു കുറ്റവാളി സെബാസ്റ്റ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്നു എന്ന കാര്യം ഒരുപക്ഷെ ശ്രീ ഹരിദാസിന് പറയാൻ കഴിയും. റിട്ടയർഡ് എസ് പി ശ്രീ കെ എം ആന്റണി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഒപ്പം തന്നെ സാമൂഹിക നിരീക്ഷയും അതുപോലെ തന്നെ കുറ്റാന്വേഷണ സംഭവങ്ങളെ പ്രമേയമാക്കി നോവലുകൾ എഴുതുന്ന സുജിത അനിലുണ്ട്. സുജിത ഇത്തരം പശ്ചാത്തലങ്ങൾ സംബന്ധിച്ച് ഇത്തരം വാർത്തകളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് സുജിതയ്ക്ക് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും പുതിയ നിരീക്ഷണങ്ങൾ ഈ ചർച്ചയിൽ പങ്കുവയ്ക്കാനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യം പോകാനുള്ളത് 2 പ്രധാനപ്പെട്ട അതിഥികൾ. അതിലൊന്ന് മജീദ് യൂസഫാണ്, ഐഷയുടെ മകൻ. മറ്റൊരാൾ ഐഷയുടെ അയൽവാസി റോസമ്മയാണ്. മജീദ്, ഇന്ന് ഈ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമായി നിൽക്കുന്നത്, മജീദ്, നിങ്ങൾ അല്ലെങ്കിൽ ഈ ഐഷയുടെ കുടുംബക്കാർ പറയുന്നത് ഈ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല, സെബാസ്റ്റ്യൻ്റെ ഒരു കൂട്ടാളിയുണ്ട്. അതായത് സെബാസ്റ്റ്യന് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളുണ്ട് എന്നാണ്. ഐഷയെ എപ്പോഴാണ് സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത്? നിങ്ങൾ ഒരു കൂട്ടാളി ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മജീദ്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഈ കൂട്ടാളി ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ വിദേശത്തായിരുന്നു. പറഞ്ഞോളൂ മജീദ്, പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ, ഞാൻ വിദേശത്തായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ആലപ്പുഴയിൽ ചേർത്തലയിൽ സ്ഥലം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പോയത്. അപ്പോൾ എൻ്റെ ഇന്ന് അന്ന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ ഇന്ന് 1 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അതിനുശേഷമാണ് പിന്നെ അവിടെ പോയിട്ട് സ്ഥലം നോക്കുകയും പിന്നെ ബാക്കിയുള്ള കാശ് കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഉമ്മ റിട്ടയർഡായതിൻ്റെ പൈസയും ഇതൊന്നും നമുക്കാർക്കും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ പൈസയും പിന്നെ ആഭരണങ്ങളും ഉണ്ട് പുള്ളിക്കാരത്തിയുടെ കയ്യിൽ. അതൊന്നും നമുക്കറിയില്ല എങ്ങനെയാണ് എന്താണെന്നൊന്നും. ഈ മജീദ്, ഈ ഉമ്മയെ കാണാതായ വിവരം നിങ്ങൾ എപ്പോഴാണ് പോലീസിനെ അറിയിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇത് അറിയുന്നത് മജീദ്? ഫോൺ ചെയ്തിട്ട് സ്വിച്ച് ഓഫായി.
ഞാനിപ്പോൾ ഈ സമയത്ത് ഞാൻ ചേർത്തലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സാറിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ വീട്ടിലുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെയും വിളിച്ചിട്ട് പിന്നെ സ്വിച്ച് ഓഫാണ് ഫോൺ. അതിനുശേഷം പിന്നെ എനിക്കറിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നത്. അല്ല, അത് എത്ര വർഷം മുൻപാണ്? 2012-ലാണോ? അതെ, 2012 ഏത് മാസം? മാസം കറക്റ്റായിട്ട് ഞാൻ ശരി. ഓർക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും ഇപ്പോഴൊരു 13 വർഷമായല്ലോ അല്ലേ മജീദ്? ഉമ്മയെ കുറിച്ചൊരു വിവരവുമില്ല. നിങ്ങൾ എന്തെങ്കിലും ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും സംശയിക്കുകയോ ഉമ്മ എവിടെ പോയിരിക്കാം എന്നെന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടായിരുന്നു? അവിടെ നിങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തോ മക്കൾ? അല്ല, അന്വേഷിച്ചപ്പോൾ അവിടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു പറഞ്ഞാൽ റോസമ്മയാണ്. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പിന്നെ അത് മുഖേന എനിക്കറിയാവുന്ന ഉമ്മ പോകാവുന്ന സ്ഥലങ്ങളിൽ, അതായത് ട്രിവാൻഡ്രം, ഏർവാടി എന്നൊക്കെ പോകുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ സ്ഥലത്തൊക്കെ പോയി ഞങ്ങൾ അന്വേഷിച്ചു. പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ പോലീസ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ബോഡി കാണിച്ചത്. അപ്പോൾ അത് നമുക്കത് വ്യക്തമായില്ല കറക്റ്റായിട്ട്. അതല്ല മജീദ്, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ റോസമ്മ ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ഈ റോസമ്മ ഈ ഉമ്മ താമസിക്കുന്നതിന് തൊട്ടടുത്ത വീട്ടിലായിരുന്നല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഉമ്മയെ കാണാതാകുന്നു, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നോ? ഈ സെബാസ്റ്റ്യന് ഉമ്മയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു നേരത്തെ മജീദ്? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല, അറിയില്ലായിരുന്നു. ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് താങ്കൾക്ക് അറിയാമായിരുന്നു? എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ടായിരുന്നു നമുക്കറിയാവുന്നത്. ഇല്ല, എനിക്കറിയില്ലായിരുന്നു. ഈ സെബാസ്റ്റ്യനെ കുറിച്ച് കേൾക്കുകയോ അറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. എനിക്കറിയില്ലായിരുന്നു, ആളെക്കുറിച്ച് തന്നെ എനിക്കറിയില്ലായിരുന്നു. മജീദ്, ഇപ്പോൾ ഈ കേസിൽ സെബാസ്റ്റ്യൻ എന്ന ആളെ കുറിച്ചാണല്ലോ ക്രൈംബ്രാഞ്ച് പറയുന്നത്, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ ഈ കേസിൽ പങ്കുണ്ടെന്നാണല്ലോ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. അപ്പോഴാണോ നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്, സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചൊക്കെ അറിയുന്നത്? അല്ല, അതിൻ്റെ അതെ, തീർച്ചയായിട്ടും. അത് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിരുന്നത് റോസമ്മയായിട്ടായിരുന്നു. ഉമ്മയുടെ അടുത്ത സുഹൃത്തായിരുന്നു റോസമ്മ അല്ലേ? തീർച്ചയായിട്ടും. ഉമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നോ കഴിഞ്ഞിരുന്നത്? അവിടെ ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞിരുന്നത്. എൻ്റെ അടുത്തായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞിട്ടാണ്, അവിടെ സ്ഥലം വാങ്ങണം, വീട് വെക്കണമെന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ ചെയ്ത് പോയത് എൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. അതിന് ശേഷം ഒരു 4-5 ദിവസത്തിന്. നിങ്ങൾ എത്ര മക്കളുണ്ട് മജീദ്? ഞങ്ങൾ 3 പേര്. നിങ്ങൾ ഉമ്മയുമായി നിരന്തരം കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഉമ്മ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴും നിങ്ങൾ ഡെയിലി വിളിക്കുക, സംസാരിക്കുക, അങ്ങനെ ഉണ്ടായിരുന്നോ? എല്ലാ കാര്യങ്ങളും സംസാരിക്കുക? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരത്തി ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നതും. നമ്മളായിട്ടൊന്നും അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. ഇളയ ആളായിട്ടുണ്ടായിരുന്നു. ഞാനില്ലായിരുന്നു. ഞാൻ 17 വർഷം വിദേശത്തായിരുന്നു. അല്ല, അപ്പം ഞാൻ ചോദിക്കാൻ കാരണം, ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളെ, ഒരു കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുകയില്ല, ആർക്കും, 3 മക്കൾക്കും അറിയില്ല അല്ലേ? ഇല്ല, എനിക്കറിയില്ല. ശരി. റോസമ്മ ചേച്ചി, ഈ സെബാസ്റ്റ്യൻ എന്ന ആളെ ചേച്ചിയാണോ? ശരി മജീദ്. റോസമ്മ ചേച്ചിയാണോ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളെ ഈ ഐഷയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? അല്ല. ചേച്ചിക്ക് എങ്ങനെ അറിയാം സെബാസ്റ്റ്യനെ? ഞാൻ 2016 എൻ്റെ പറമ്പിനോട് ചേർന്ന് കുറച്ച് സ്ഥലം മേടിച്ചായിരുന്നു. അത് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ആയിഷയും സെബാസ്റ്റ്യനും കൂടെ വന്ന് JCB വിളിച്ച് എൻ്റെ അനുവാദമില്ലാതെ
എൻ്റെ പറമ്പ് തെളിച്ചു. ഞാനന്നേരം ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഈ സമയമായി, അതായത് ഞാനൊരു 7:30 എരുമേലിക്ക് പോയിച്ച് തിരിച്ചു വന്നപ്പോൾ പിറ്റേ ദിവസം ഞാൻ അറിയില്ലേ സ്ഥലം തെളിച്ചു എന്ന്. അഴ്ഷയോട് ചോദിച്ചപ്പം പറഞ്ഞു സെബാസ്റ്റ്യൻ ആ സ്ഥലത്തിന് കച്ചവടക്കാരാണ്ട് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് അത് തെളിച്ചെന്ന് അഴ്ഷ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ പറമ്പ് കയറി തെളിക്കുമ്പം എൻ്റെ അനുവാദമില്ലാതെ ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു. അന്നേരം പുള്ളി ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്, അതിന് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളിൽ ബന്ധം ഉണ്ടായിട്ടാണല്ലോ കൊണ്ടുവന്നതെന്നേ എനിക്കൊരു സംശയമുള്ളൂ, അല്ലാതെ അവർ തങ്ങളിൽ ബന്ധം ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ സെബാസ്റ്റ്യനെ ചേച്ചിക്ക് അറിയോ? അറിയാം. എങ്ങനെ അറിയാം? ആര് പരിചയപ്പെടുത്തി? അതാ ഈ JCB ഇറക്കി പറമ്പ് തെളിച്ചു. അത് കഴിഞ്ഞിട്ട് പറമ്പിൻ്റെ ഓരോ കാര്യങ്ങൾ ചോദിക്കാനും എടുക്കാനും ഒക്കെ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ ഈ വരവും പോക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പുള്ളി എനിക്ക് നേരിട്ട് കല്യാണം ആലോചിച്ചു. എന്നിട്ട് പിന്നെ അതേപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളിയുടെ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. തിരുനെല്ലൂർ പള്ളിയുടെ വകയെന്നും അവരുടെ ബാക്കി വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുനെല്ലൂർ പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു. അച്ഛനോട് പുള്ളിയെപ്പറ്റി പറഞ്ഞപ്പോഴേ എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു റോഡെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല, അതിനേക്കാളും വലിയ പേരും എല്ലാം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് യോജിക്കുകയില്ല എന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ എനിക്ക് കൂടുതലൊന്നും ചോദിക്കേണ്ടതായിട്ടും പറയേണ്ടതായിട്ടും വന്നില്ല. ഞാൻ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ വീട്ടിൽ അറിയിക്കാം, അവർ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് പിന്നൊരു ബന്ധം ഉണ്ടായിട്ടില്ല. ചേച്ചി റോസമ്മ ചേച്ചി ആ വീട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ സെബാസ്റ്റ്യൻ? ഈ വീട്ടിലോ? ഇവരുടെ ഐഷയുടെ വീട്ടിലോ? ഈ വീട്ടിൽ താമസിച്ചിട്ടാണോ? ഇല്ല. എൻ്റെ വീട്ടിൽ വരണ്ടോ താമസിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഐഷയുടെ വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ സെബാസ്റ്റ്യനെ കുറിച്ചിട്ട് ഐഷ സംസാരിച്ചിരുന്നോ ചേച്ചിയോട്? ഇല്ല ഇല്ല, ഞങ്ങൾ തങ്ങളിൽ അങ്ങനെയൊന്നും ഒരു സംഭാഷണത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല, ചെയ്തിട്ടുമില്ല. ശരി. അവർ തങ്ങളിൽ ബന്ധമുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഞാനില്ലാഞ്ഞപ്പോൾ പറമ്പ് അവർ രണ്ടുപേരും കൂടി തെളിച്ചു എന്ന് മാത്രം. അല്ല, പിന്നെ ചേച്ചിയെ കല്യാണം ആലോചിച്ചു എന്ന് പറഞ്ഞല്ലോ സെബാസ്റ്റ്യൻ, അതെങ്ങനെ സംഭവിച്ചു? അതെ, അതിപ്പം സ്ഥലത്തിൻ്റെ കാര്യത്തിന് പുള്ളി ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടു. അന്നേരം പുള്ളിയുടെ സ്വഭാവാദ്യം ഇപ്പം അന്വേഷിച്ചിടത്തോളം മനസ്സിലായില്ലേ. അതന്നെയല്ല, എനിക്കിവിടെ ഈ സെന്ററിൽ തന്നെ ഒരേക്കർ അടുത്ത സ്ഥലമുണ്ട്. ഈ സെബാസ്റ്റ്യനെ എൻ്റെ പേരിൽ ഒരേക്കർ അടുത്ത സ്ഥലമുണ്ട്. പറഞ്ഞോളൂ ചേച്ചി, പറഞ്ഞോളൂ. ഒരേക്കർ അടുത്ത സ്ഥലമുണ്ട്, നല്ലൊരു വീടുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് വന്നതായിരിക്കും കല്യാണം ആലോചിച്ചോണ്ട് വന്നത്. ഈ ഐഷയെ കാണാതാകുന്ന സമയത്ത് ചേച്ചി അത് അന്വേഷിച്ചിരുന്നു എന്ത് പറ്റി ഐഷയ്ക്ക്? കാരണം 2012 ഐഷയെ കാണാതാകുന്നത്. ആ സമയത്ത് എന്താണ് ഐഷയ്ക്ക് സംഭവിച്ചതെന്ന് ചേച്ചി അന്വേഷിച്ചത്? നിങ്ങൾ അടുത്തടുത്ത വീടുകളാണല്ലോ അല്ലേ? അതെല്ലാം ഞാൻ അന്ന് പള്ളിയിൽ പോയേക്കുമായിരുന്നു. പള്ളിയിൽ പോയി ഞാൻ ഇവിടെ വരുമ്പോഴേ എൻ്റെ ഫോണിൽ ഐഷയുടെ കോളുണ്ടായിരുന്നു. ആ 3 കോളുണ്ടായിരുന്നു. അത് കാരണം ഞാൻ അന്നേരം തിരിച്ചു വിളിച്ചു. 2 ദിവസം ആ വിളിപ്പ് ഞാൻ ഉറങ്ങുന്നിടം വരെ വിളിച്ചു. എന്നിട്ടും പ്രതികരിച്ചില്ല. പിറ്റേ ദിവസവും വിളിച്ചു, അതിൻ്റെ പിറ്റേ ദിവസവും വിളിച്ചു. ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോഴാണ് ഐഷയുടെ ആങ്ങൾ ഇവിടെ അടുത്തുണ്ട്, പുള്ളിയുടെ എത്തിയെന്ന് വെച്ച് പറഞ്ഞു ഐഷയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിലുമില്ല, എന്തെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. പുള്ളി അതിനൊന്നും പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ലാഞ്ഞപ്പം ഞാൻ വീണ്ടും ആങ്ങളോട് എന്ന് വെച്ച് പറഞ്ഞു ഐഷയെപ്പറ്റി അന്വേഷിക്കണം, ഒരു വിവരവും ഇല്ല, എന്നെ പറ്റിയൊന്നും അറിയത്തില്ല, ഇടയ്ക്കൊക്കെ ഫോണ് വരുന്നുണ്ട്, അതുകൊണ്ട് അന്വേഷിച്ചേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്നില്ലേ, മക്കളെ വിവരം അറിയിക്കുക, അവർ വന്ന് അന്വേഷിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഏതായാലും അങ്ങനെയാണ് മക്കളെ വരുത്തിയതും. അവരും പോലീസ് സ്റ്റേഷനിൽ വന്നു, ഞാനും പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴേ എനിക്ക് കോള് വന്നു. അന്നേരം ഞാനിതെടുത്ത് കാണിച്ചു പറഞ്ഞു ഇത് ഐഷയുടെ കോളായി വരുന്നതെന്ന്. അവരെടുത്ത് നോക്കിയിട്ട് അത് കണ്ടെന്നല്ലാതെ എന്നാ ചെയ്തെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ
ഐഷയുടെ ഫോണെ ചേച്ചിക്ക് വന്ന ദിവസമൊക്കെ ഓർമ്മയുണ്ടോ? എന്നായിരുന്നു ചേച്ചി പള്ളിയിൽ പോയത്? അതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ഓഗസ്റ്റ് 15-ന് തിരുവല്ലല്ലോ എൻ്റെ അപ്പുറത്തെ പള്ളിയിലാണ് പോകുന്നത്. ആ അവിടെ മാതാവിൻ്റെ പള്ളിയിലാണ് പോകുന്നത്. ഞാൻ അവിടെ പോയച്ച് തിരിച്ച് വരുമ്പോഴാണ് ഈ കോള് കാണുന്നത്. ഓ, അതായത് ചേച്ചി 2012 ഓഗസ്റ്റ് 15-ന് അല്ലേ? 12 എന്ന് എനിക്കത് ആ ഡേറ്റിനോട് യോജിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്ഥലം മേടിച്ചത് 2016-ലാണ്. ആ അതും കഴിഞ്ഞിട്ടാണ് അവർ വന്ന് ആ സ്ഥലം തെളിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവരെ 2016 കാണാതാകുന്നത്? ഓ, അത് ശരി. അപ്പോൾ 2016-ന് ശേഷം ചേച്ചി ഈ ഐഷയെ കണ്ടിട്ടുണ്ടല്ലേ? അതെ, കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഈ 12-ന് മരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് അംഗീകരിക്കാൻ പറ്റുന്നത്? അപ്പോൾ ചേച്ചി 2016 ഓഗസ്റ്റ് 15-നാണോ ഈ ഫോൺ വന്നത്? 2016, 15-ഉം 16-ഉം അല്ല, 17 2017. അപ്പോൾ അതുവരെ ചേച്ചി ഐഷയെ കണ്ടിട്ടുണ്ട് 2017 വരെ അല്ലേ? ഉണ്ട്. ഒരു അപ്പോൾ ഈ ഞങ്ങളൊരു 2-3 മാസം ഞങ്ങൾ നല്ല പറഞ്ഞോളൂ. അല്ല, 2-3 മാസം ഞങ്ങൾ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. ഈ കോള് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ആഴ്ചയെ കാണാതായത്. ഈ കോള് വന്നപ്പോൾ ചേച്ചി എടുത്തില്ല? ഞാൻ പള്ളി പോയിക്കുമായിരുന്നു മോനെ. ആ അല്ല, അതിനുശേഷം പിന്നെയും വിളിച്ചെന്ന് പറഞ്ഞല്ലോ. പിന്നെ വിളിച്ചു. അപ്പോൾ എടുത്തോ? കോള് വരുന്നതേ ഉള്ളൂ. ഞാൻ എടുക്കുമ്പം മിണ്ടുവല്ലോ. ഓ ഓ, ശരി ശരി ശരി. ഞാൻ എടുക്കും, എടുത്തേച്ച് ഞാൻ ഹലോ വിളിക്കും, പക്ഷേ പ്രതികരിക്കുമല്ലോ. ഇങ്ങോട്ട് വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ അന്നേരം തന്നെ തിരിച്ചു വിളിക്കും, അന്നേരം എടുക്കുമല്ലോ. പിന്നെ കോളും പോകുമല്ലോ. ചേച്ചി ഈ സംഭവങ്ങൾക്ക് ശേഷം, അതായത് ഐഷയുടെ ഫോണിൽ നിന്ന് കോള് വരുന്നു, ചേച്ചി എടുക്കുമ്പോൾ സംസാരിക്കുന്നില്ല, അങ്ങനെ പിന്നെ മക്കളെ വിവരം അറിയിക്കുന്നു, നിങ്ങളെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അവിടെ എത്തുമ്പോഴും ചേച്ചിയുടെ ഫോണിലേക്ക് കോള് വരുന്നു, സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളെ ചേച്ചി കണ്ടോ? പിന്നെ എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല. പുള്ളിയുടെ ആ കല്യാണം ഉപേക്ഷിച്ചപ്പോൾ പിന്നെ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. ബന്ധപ്പെടേണ്ട കാര്യവും വന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഫോണിലും വിളിച്ചിട്ടില്ല? ഇല്ല. ചേച്ചി, ഈ ഐഷയെ കാണാതായതിൽ സെബാസ്റ്റ്യൻ എന്തെങ്കിലും ഒരു പങ്കുണ്ടാകുമെന്ന് സംശയിക്കാവുന്ന എന്തെങ്കിലും ചേച്ചിയുടെ ഓർമ്മയിലുണ്ടോ? അവർ തങ്ങളിൽ ഒന്നിച്ച് കണ്ടിട്ടോ മിണ്ടിയിട്ടോ ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. എനിക്കാകെ അറിയാവുന്ന ഈ ഒരു കാര്യമുള്ളൂ. ഞാനില്ലാഞ്ഞപ്പം അവർ രണ്ടുപേരും കൂടെ JCB ഇറക്കി പറമ്പ് തെളിച്ചെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് ഞാൻ കണ്ടില്ല. നാട്ടുകാർ മറ്റുള്ളവരൊക്കെ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. ഐഷയോട് ചോദിച്ചപ്പോൾ ഐഷ സമ്മതിച്ചെന്നുള്ളതേ ഉള്ളൂ. അതായത് സത്യത്തിൽ ചേച്ചി ഈ സെബാസ്റ്റ്യനെ കാണുന്നതും പരിചയപ്പെടുന്നതിനുമൊക്കെ ഒരു കാരണമായത് ഐഷയാണ് അല്ലേ? അതെ അതെ അതേ ഉള്ളൂ. അതിനു മുൻപ് ചേച്ചിക്ക് സെബാസ്റ്റ്യൻ അറിയുകയില്ലല്ലോ അല്ലേ? ഇല്ല, അറിയില്ല. ശരി ചേച്ചി, ഇപ്പോൾ ഈ സെബാസ്റ്റ്യൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, അത് ചേച്ചി കാണുന്നുണ്ടല്ലോ അല്ലേ വാർത്തയൊക്കെ? അല്ല, വാർത്ത കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ ചേച്ചിക്ക് എന്ത് തോന്നി? പ്രത്യേകിച്ചല്ലോ തോന്നാനും. അല്ല, ഞാൻ പറഞ്ഞത് ഒരിക്കൽ കല്യാണം ആലോചിച്ചൊക്കെ വന്ന ഒരാളാണല്ലോ അയാൾ. ഇങ്ങനെ ഒരു കേസിൽ പിടിക്കപ്പെട്ട് കാണുമ്പോൾ എന്തെങ്കിലും തോന്നി? എനിക്ക് ഇത്രയും പ്രായമായില്ല. ഇനിയിപ്പോൾ അതേപ്പറ്റിയൊക്കെ എന്നാ തോന്നാനോ? ഇപ്പൊ നിന്നും വെള്ളം കുടിക്കട്ടെ എന്നല്ലാതെ. ശരി ശരി ചേച്ചി. അപ്പോൾ മജീദ്, 2012 കാണാതായ താങ്കളുടെ ഉമ്മയെക്കുറിച്ച് തൊട്ട് അയൽവാസിയായിരുന്ന റോസമ്മ ചേച്ചി പറയുന്നത് 2017 ഓഗസ്റ്റ് 15 വരെ, അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ വാരം വരെ ഐഷയെ കണ്ടിട്ടുണ്ട്, ഉമ്മയെ കണ്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ മക്കൾ ഈ 2012 മുതൽ ഈ 5 വർഷക്കാലം 2017 വരെ ഉമ്മയുമായി ഒരു കോണ്ടാക്റ്റും വെച്ചിരുന്നില്ലേ മജീദ്? ഇപ്പം ഇവർ പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്.
യാതൊരു ഇതുമില്ല. കാരണം ആ സമയം പോലെങ്കിൽ പോലീസും എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അവിടുത്തെ നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു തിരോധാനം നടന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവർ 12, 15, 17 അവർ കണ്ടെന്ന് പറയുന്നതും ഒക്കെ വെറുതെയാണ്. ഇവരോട് ഞങ്ങൾ അന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും ഇവർ വ്യക്തമായിട്ട് യാതൊരു മറുപടിയും ഞങ്ങൾക്ക് തന്നിരുന്നില്ല. എന്നാൽ ഇവർ തമ്മിൽ ഏറ്റവും ഭയങ്കര റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് നമ്മൾക്കറിയാം. പക്ഷേ ഇവർ പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്നും ഇതുപോലെ ചോദിക്കുമ്പോൾ അവർ ഉരുണ്ട് കളിക്കലായിരുന്നു അവരുടെ പതിവ്. എന്തിനാ റോസമ്മ ചേച്ചി അങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല, എനിക്കറിയാവുന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പമായിരുന്നു എന്നാണ് ഈ മജീദ് പറയുന്നത്, ഐഷയുടെ മോൻ പറയുന്നത്. അതിപ്പം ഈ പറയുന്ന പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ അടുപ്പാടെന്ന് പറയുന്നത് അത് തന്നെയല്ല. ഞാനിപ്പോൾ എൻ്റെ ആധാരം എടുത്തോണ്ട് ഒന്ന് കാണിക്കാതെ ഡേറ്റ് ഉണ്ടല്ലോ സ്ഥലം മേടിച്ചതിൻ്റെ. പലതും ഒക്കുന്നില്ലല്ലോ മജീദ്. ഏതായാലും പോലീസിൽ നിങ്ങൾ പരാതിപ്പെട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ പോലീസിന്റെ അന്വേഷണത്തിലായിരിക്കുമല്ലോ. ഞാനത് ഒരു ചെറിയ ഇടവേള എടുക്കട്ടെ. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. റോസമ്മ ചേച്ചി, ഞാൻ തിരിച്ചു വരാം. നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട അതിഥികൾ കൂടിയുണ്ട്, അവരിലേക്ക് പോകാം. അതിലൊന്ന് ശ്രീ ഹരിദാസ് ആണ്, സെബാസ്റ്റ്യൻ്റെ അയൽവാസിയാണ്. ഹരിദാസ് സെബാസ്റ്റ്യനെ വളരെ കാലമായി അറിയുന്ന ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹരിദാസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഒപ്പം തന്നെ റിട്ടയർഡ് എസ് പി ശ്രീ കെ എം ആന്റണി, സാമൂഹ്യ നിരീക്ഷക ശ്രീമതി സിജിത അനിൽ എന്നിവർ നമ്മളോടൊപ്പമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വളരെ പെട്ടെന്ന്. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ഹരിദാസ്, ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ ഇന്ന് ആലപ്പുഴയിലെ 4 തിരോധാന കേസുകളിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ആളാണ്. ഇയാൾ ഈ സ്ത്രീകളുടെ സ്വത്തുവകകൾ തട്ടിയെടുത്തുവെന്നും സ്വർണ്ണാഭരണങ്ങൾ കവർന്നുവെന്നും ഇവരെ കൊലപ്പെടുത്തിയിരിക്കാം എന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. ഈ സെബാസ്റ്റ്യനെ ശ്രീ ഹരിദാസ് താങ്കൾക്ക് എത്ര നാളായി അറിയാം? ഏത് സ്വഭാവക്കാരനാണ് സെബാസ്റ്റ്യൻ? അയാളൊരു സീരിയൽ കില്ലറാണോ എന്നൊക്കെയുള്ള സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ഹരിദാസ്, താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? അയാൾ പിന്നെ എത്ര കാലമായെന്നറിയാൻ എൻ്റെ ബാല്യം മുതൽ, കാര്യം എൻ്റെ അയൽവാസി കൂടിയാണ് അയാൾ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ അയൽവാസിയാണ് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ബാല്യം മുതലേ പരസ്പരം അറിയുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നതന്നെ അയാളുടെ വീടിന് തൊട്ട് ഇപ്പുറത്താണ് താമസിക്കുന്നത്. എൻ്റെ കുടുംബ വീട് അതിനപ്പുറത്ത് 2 വീടിനപ്പുറത്തുള്ള താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലിയായിട്ട് വളരെ നന്നേ ചെറുപ്പം മുതലേ, കാര്യം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒന്നിച്ച് സ്കൂളിൽ പോവുകയും വരികയൊക്കെ ചെയ്തിരുന്നൊരു കക്ഷിയാണ്. പിന്നെ എഴുതി കാണിക്കുന്ന പോലെ ഞാൻ അയാളുടെ ഒരു വലിയ ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ല. ഇയാൾ കുറച്ച് മെച്ചറായി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അത്യാവശ്യം ചില ഫ്രോഡ് പണിയൊക്കെ തുടങ്ങി ചെറിയ മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലുള്ളവർ അകന്നു നിന്നിട്ടുള്ള കക്ഷികളാണ്. ഇയാളുടെ നേച്ചർ എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കക്ഷിയാണ്. അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അയാൾ ഇത്ര ഒരു ക്രൂരത ചെയ്യും എന്നുള്ളൊരു ധാരണയൊന്നും അക്കാലത്ത് വച്ച് പുലർത്തിയിരുന്നില്ലെന്നുള്ളതാണ്. ഈ ബിന്ദുവിൻ്റെ കേസ് വന്ന ശേഷമാണ് ഇയാൾ ഇത്രയ്ക്ക് ഒരു മെൻറ്റാലിറ്റിയുള്ള മനുഷ്യനാണെന്ന് ബോധ്യമാവുന്നത്. അല്ല ഹരിദാസ്, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ റോസമ്മ ചേച്ചി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അതായത് ഈ ഒരു കല്യാണാലോചനയൊക്കെ വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞത് ഫ്രോഡെന്ന് പറഞ്ഞാൽ പോരാ, അതിനും മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം ഈ സെബാസ്റ്റ്യനെ വിളിക്കാനാണ്. അങ്ങനെ ഒരാളാണ് എന്ന് താങ്കൾക്കറിയാമോ അയൽവാസി എന്ന നിലയിൽ? അല്ല, തീർച്ചയായിട്ടും അയാളെ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞത് 100% ശരിയാ. കാര്യം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നത് 100% ശരിയാ. കാര്യം ഇയാളുടെ മാര്യേജ് സമയത്ത് പോലും വളരെ ലേറ്റായി മാര്യേജ് ചെയ്ത കക്ഷിയാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആൾ വിവാഹിതനാവുന്നത്. അക്കാലത്ത് ഇയാൾ സാധാരണ ഈ പള്ളിയിൽ 3 വിളിച്ചുവല്ല അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ ചടങ്ങുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയിൽ നിന്ന് ഇതൊന്നും കൊടുക്കാതെ വന്നുകൊണ്ട് ഇയാൾ അങ്ങനെ ഈ വിളിച്ചുവല്ലോ പിന്നെ നേരത്തെ മാമൂദിക്ക് ശേഷം ബാക്കി ചടങ്ങുകൾക്കൊന്നും പോകാത്ത ഒരാളായിരുന്നു. അപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ആരൊക്കെ അയാളുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളത്. വളരെ വൈകി മാരീഡ് ആയ കക്ഷിയാണ്. പിന്നെ ഈ റോസമ്മ ചേച്ചി പറയുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷനായി. അവർ പറയുന്നത് പരസ്പര വിരുദ്ധമാണെന്ന് എനിക്കിപ്പോൾ തോന്നിയത്. കാര്യം പിന്നെ ഇപ്പോൾ 2017 അവർ പറയുന്ന അവരുടെ വസ്തു ഏർപ്പാടായി കൊടുത്ത റോസമ്മയാണെന്ന് പറയുന്നു, ഈ സെബാസ്റ്റ്യനാണെന്ന് പറയുന്നു, പിന്നെ പറയുന്നു ഇവർ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായിപ്പോൾ. അവരൊരു വിശ്വാസമില്ലാത്ത രൂപത്തിൽ വർത്തമാനം പറയുന്നത്. അവരിപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും അവരൊക്കെ റോസമ്മയ്ക്ക് സെബാസ്റ്റ്യനെ അറിയാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവരിപ്പോൾ ആരുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ പുറത്തായിരിക്കാതെ ഒഴിഞ്ഞു പറയുന്നുള്ളത് എൻ്റെ കണക്കൂട്ടിൽ. അല്ല, ഈ റോസമ്മ ചേച്ചി നമ്മളോട് പറഞ്ഞതേ ഹരിദാസ്, അതായത് 2016 ശേഷമാണ് അവർ ഈ വസ്തു അവർക്ക് കിട്ടുന്നത്. 2017 എന്നാണ് അവരുടെ ഓർമ്മ.
ഈ ഐഷ ഈ സെബാസ്റ്റ്യനും കൊണ്ടുവന്ന് അവരുടെ ഭൂമി വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തത്. അതിലാണ് ഇവരുമായി പിണങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. അത്രയും കാര്യങ്ങളിൽ വലിയ പൊരുത്തക്കേടൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2012 മുതൽ ഈ ഐഷയെ കാണാനില്ല എന്നൊരു പ്രശ്നം ഈ ചർച്ചയിൽ മകൻ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ പരാതിപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് പൊരുത്തക്കേടുള്ളത്. സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറയുകയല്ല റോസമ്മ ചേച്ചി ചെയ്തത്, മറിച്ച് സെബാസ്റ്റ്യനെ അറിയാം, പക്ഷെ അറിയുന്നത് ഇങ്ങനെയാണ്. പിന്നെ അവർക്ക് സ്വത്തും ഒക്കെ ഉള്ളത് കൊണ്ട് അവരെ കല്യാണം ആലോചിച്ചു. അപ്പോൾ അവർ അച്ഛനോട് ചോദിച്ചു, സെബാസ്റ്റ്യനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ്. പക്ഷേ ഹരിദാസ്, ഈ സെബാസ്റ്റ്യൻ്റെ ബാല്യം, അതിനുശേഷമുള്ള അയാളുടെ പിന്നെ അയാളുടെ വളർച്ച, ഈ ഘട്ടങ്ങളിലൊക്കെ അയാൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു മനോരോഗത്തിനൊക്കെ അടിമപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതോ അയാൾ ഒരു ബോൺ ക്രിമിനൽ എന്നൊക്കെ പറയുന്ന തരത്തിലൊരു സ്വഭാവത്തിലുള്ള ആളാണെന്നാണോ താങ്കൾ വളരെ ചെറുപ്പം മുതൽ അറിയുന്ന ആളെന്നതിൽ ഞാൻ ചോദിക്കാൻ? അയാളുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരുന്നു? അയാൾ സാമാന്യം ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണോ? അല്ല, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടെന്ന് പറഞ്ഞാൽ അയാളുടെ ഫാദർ സാധാരണ ഒരു കർഷകനാണ്. ഒരു 2.5 ഏക്കർ താഴെ 2.5 ഏക്കറുള്ള വസ്തുവാണ്. അയാളുടെ ഫാദറിന് കുടുംബോഹരി കിട്ടിയതാണ്. ഇയാളുടെ കുടുംബം ഫാദറിൻ്റെ കുടുംബം എൻ്റെ വീടിൻ്റെ തെക്കുറത്തെ വീടാണ്. അപ്പോൾ ഓഹരി കിട്ടിയതാണ്. അതിലാ മനുഷ്യന് വളരെ പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. ഈ 2.4 ഏക്കറിൽ ഞങ്ങൾക്ക് വേറെ ഒരു തൊഴിലൊന്നും ഇല്ലാന്ന് പക്ഷേ കൃഷിയാണ് അയാളുടെ പ്രധാന വരുമാനമായിരുന്നു. അപ്പോൾ ഇവർ 6 മക്കളായിരുന്നു. 3 ആണും 3 പെണ്ണുമായിരുന്നു. അപ്പോൾ ഈ കൃഷിയിലൂടെ കിട്ടുന്ന വരുമാനത്തിലാണ് പുള്ളി ആകെപ്പാടെ ഒരു വരുമാന സ്രോതസ് ഉണ്ട്. അല്ലാതെ മറ്റു യാതൊരു സോഴ്സും ഇല്ലായിരുന്നു. പിന്നെ സെബാസ്റ്റ്യൻ വളർന്നു വരുമ്പോഴും അങ്ങനെ വെൽത്തി ഫാമിലിയൊന്നും അല്ല ഈ സെബാസ്റ്റ്യൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ. സെബാസ്റ്റ്യൻ മെച്ചറായി കഴിഞ്ഞാൽ അയാൾ ഡ്രൈവിംഗ് പഠിച്ചു. ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം അയാളൊരു എനിക്ക് തോന്നുന്ന ഇയാളൊരു മസ്ത വണ്ടിയായിട്ട് വന്നിട്ട് തുടങ്ങി. ആദ്യം അത് തണ്ണീർമുക്കത്ത് ഇവിടെയുള്ള ഒരാളുടെ വണ്ടിയായിരുന്നു. അതല്ലാണ്ട് വേറെ സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബിന്ദു പത്മനാഭൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ശേഷമാണ്, അവിടെ വസ്തുവെല്ലാം വിറ്റ ശേഷമാണ് ഇയാൾക്ക് അവിടെ സാമ്പത്തികം ഉണ്ടായത്. അക്കാലത്തിൽ എൻ്റെ വീടിൻ്റെ വാതിക്കൽ കൂടിയാണ് ഇയാളുടെ ബ്ലേഡ് വലിച്ചയ്ക്ക് പൈസ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വാതിക്കൽ കൂടി പോകാനൊക്കെ ഉള്ളൂ. സാധാരണ സെബാസ്റ്റ്യൻ പോലും ഇങ്ങനെ എൻ്റെ വാതിക്കൽ കൂടി പോകാറുണ്ട്. അപ്പോൾ ഇയാൾ പോകാറുണ്ടെങ്കിലും ഞാനുമായിട്ട് അത്ര ഒരു നല്ല ക്ലോസ് അല്ലായിരുന്നു. പിന്നെ കാണുമ്പോൾ ചിലപ്പം ചിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ആൾക്കാർ പോകുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് എന്താ കേസെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സെബാസ്റ്റ്യൻ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തിരക്കി പോവാണെന്ന് പറയാം. അമ്മാവൻ്റെ വീടെന്നാണ് പറയുക. ഇയാൾ സൃഷ്ടിച്ചെടുത്തൊരു പേരാണ് അമ്മാവനെന്ന്. പിന്നെ ഞങ്ങളൊക്കെ സെബാസ്റ്റ്യൻ എന്നറിയപ്പെടുന്ന കക്ഷി അങ്ങനെ ഉണ്ടാക്കി. അല്ലാണ്ട് ഇയാൾക്ക് ഒരു നല്ലൊരു വെൽത്തി ചുറ്റുപാടൊന്നും അല്ലായിരുന്നുള്ള. ഇയാൾ ആദ്യമായിട്ട് ഈ പൈസ ഉണ്ടാക്കുന്നത് ഈ ബിന്ദു പത്മനാഭന്റെ വസ്തുവകൾ ഇടപാടുകാരനായ ശേഷമാണ് അല്ലേ? പൈസ കയ്യിൽ വരുന്നത് അതിന് ശേഷമാണ്. തീർച്ചയായിട്ടും അതിനു മുമ്പ് സാധാരണ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിട്ടൊക്കെയാണ് ഇയാൾ വസ്തുവകൾക്ക് ഏർപ്പാടാക്കി കൊടുക്കുന്ന അതുമായിട്ട് അത്രത്തോളം അത് സമ്പന്നമായിരുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ നിന്നൊരു കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് തൊട്ട് അതിലൊക്കെ താമസത്തിലേക്കിട്ട് ഇയാളുടെ ഈ ബിന്ദു പത്മനാഭൻ്റെ ഇടപാടിന് ശേഷമാണ് ഇയാൾക്ക് സമ്പത്തുണ്ടായിട്ടുള്ളത്. അയാളുടെ സാമ്പത്തിക വിഷയത്തിൽ ഞാൻ ഇടപെടുകയും ചെയ്തതാണ്. കാരണം ഞാനൊരു പൊതുപ്രവർത്തന നിലയ്ക്ക് ഇയാൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ സാമ്പത്തിക വിഷയമായിരുന്നു. അയാളുടെ അനുജനായിട്ട് ഒരു കസിനുമായിട്ടുള്ള വിഷയമായിരുന്നു. ഒരു 12 ലക്ഷം രൂപയുടെ FD വാരാണ്ട് ബാങ്കിലുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പൈസ വേണമെന്ന് പറഞ്ഞു. അയാളുടെ പൈസയായിരുന്നു, പക്ഷേ ഇയാളുടെ കസിനുമായിട്ട് ജോയിൻ്റ് FD ആയിട്ടിരുന്ന. അപ്പോൾ അയാൾ എൻ്റെ പൈസയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ അനിയനെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് പൈസ ഇല്ല, അത് സെബാസ്റ്റ്യൻ്റെ പൈസയാണെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾ ഒരു ചർച്ച നടത്തി. ഇയാൾ ഒരു 7 ലക്ഷം എടുത്ത് കൊടുക്കുക. അതിനുശേഷം ഇയാളുടെ പൈസ പിന്നെ ഉണ്ടോയെന്നറിയാം. പിന്നെ പലരും വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന പലരൊക്കെ ഇയാൾക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. കേസ് വന്നപ്പോൾ പലർക്കും കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടവരുണ്ട്. ഈ കേസ് നിൽക്കുന്നതുകൊണ്ട് പലർക്കും ഇവന് പൈസ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മനസ്സിലായി ശ്രീ ഹരിദാസ്. ഇപ്പോൾ ചെറിയ കള്ളത്തരമൊക്കെ ചെയ്ത് തട്ടിപ്പൊക്കെ നടത്തി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ 50 വയസ്സിന് ശേഷം അയാൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇതുവരെ കാര്യങ്ങളൊക്കെ ക്ലിയർ. പക്ഷേ ഇയാൾ ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടത്തുകയും വേണ്ടി വന്നാൽ ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ സെബാസ്റ്റ്യൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ വേണ്ടി വന്നാൽ ചെയ്യും, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന് കരുതിയിട്ടുണ്ടോ? സത്യത്തിൽ അല്ല, അങ്ങനെയൊന്നും ഇയാളുടെ ഒരു ഇടപെടൽ ഞങ്ങൾക്ക് അയൽവാസികൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ ബിന്ദുവിൻ്റെ കേസ് വന്നപ്പോഴാണ് ആ മിസ്സിംഗ് എന്ന് കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ മോഷണം തുടങ്ങിയ കാര്യങ്ങൾ അയാളുടെ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുക, തട്ടിപ്പ് പറയുക, വായിച്ച കൊടുക്കുക, ഇതൊക്കെ അയാളുടെ നേച്ചറായിരുന്നു. പിന്നെ അയാൾക്ക് കുറേ ബന്ധങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഈ മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് അങ്ങനെ കുറേ പേര് അയാളുടെ ബന്ധങ്ങളുണ്ട്. അയാളുടെ വീടൊരു ദർബാറായിരുന്നു എല്ലാ ദിവസങ്ങളും. ദിവസവും പോയി അങ്ങനെ അയാളുടെ പറ്റക്കൂടി പോകുന്ന ഒരാളെന്നൊരു കാഴ്ചക്കാരൻ കൂടിയായിരുന്നു. അത് ഈ ബിന്ദുവിൻ്റെ ആ ഒരു വസ്തു ഇടപാടിന് ശേഷമാണ്
അയാൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പേ സാമ്പത്തികമൊന്നും ഇല്ലാത്ത സാധാരണ ഒരു ശരി, റിട്ടയർഡ് എസ് പി ശ്രീ കെ എം ആന്റണി നമ്മളോടൊപ്പമുണ്ട്. ആന്റണി സർ, ഇതുവരെ കേട്ട കാര്യങ്ങളിൽ നിന്ന് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഇവിടെ റോസമ്മ എന്ന സ്ത്രീ, അതുപോലെ തന്നെ ഐഷയുടെ മകനും, രണ്ടുപേരും ഈ ഐഷയെ അറിയുന്നയാൾ എന്ന നിലയിൽ റോസമ്മയും മകനും ഈ ചർച്ചയിൽ പങ്കെടുത്തു. അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? പോലീസിന് ഈ കേസിൽ ഇനി അന്വേഷണത്തിന്റെ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്? ഗോപികൃഷ്ണൻ, ഇതിലിപ്പം ഈ പറഞ്ഞ ഐഷയുടെ മകനും അതുപോലെ തന്നെ ശ്രീമതി റോസമ്മയും ഹരിദാസും ഈ 3 പേരും ആ നാട്ടുകാരാണ്. ഞാൻ ഒരു 2 വർഷക്കാലത്തോളം അവിടെ ഈ പള്ളിപ്പുറം ഉൾപ്പെടുന്ന ചേർത്തല സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന പ്രദേശങ്ങളും എല്ലാമാണ് അവിടെ. പക്ഷേ ഈ സംഭവങ്ങൾക്കൊക്കെ മുമ്പാണ് 99-ലാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ റോസമ്മ സംസാരിക്കുന്നതിനകത്ത് ഡേറ്റുകളോ വർഷങ്ങളുടെയോ തെറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അയാളെ ചിത്രീകരിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു വ്യക്തത അതിനകത്ത് വരുന്നുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ഏക്കർ സ്ഥലമുള്ള ഒരു സ്ത്രീയാണ്, അത്ര ചെറുപ്പമല്ല, ഒരു മധ്യവയസ്കയായിട്ട് ഏകദേശമുള്ള ഒരു സ്ത്രീയാണ്. അവരെ സമീപിച്ച് അവരുമായി പരിചയപ്പെട്ട് അവരെ ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. അവർ പള്ളിയായിട്ട് ബന്ധപ്പെടുന്നു. അതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് 7 സഹോദരന്മാരുണ്ടെന്ന് പറഞ്ഞതോടുകൂടി അയാളെ പിന്നെ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ റോസമ്മ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അയാളുടെ കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടി. ഇനി എങ്ങാനും ആ കല്യാണം നടക്കുമായിരുന്നെങ്കിൽ 5-മതൊരാളായിരിക്കുമായിരുന്നു ഇവരെന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. അപ്പോൾ മറ്റേ ഹരിദാസ് പറഞ്ഞതിൽ ഇപ്പം പറഞ്ഞത് ചെറുപ്പം മുതലേ അറിയാം, സ്കൂൾ തൊട്ട് ഒരുമിച്ച് പോകുന്നു. പിന്നെ അയാൾ ഈ ബിന്ദു പത്മനാഭൻ്റെ കേസോട് കൂടിയാണ് ഇയാൾ ഇങ്ങനൊരു കൃത്യം ചെയ്യുമെന്നുള്ളത് അറിഞ്ഞതെന്ന് പറയുന്നു. അതേസമയം തന്നെ അയാൾ ചെറിയ പ്രായം തൊട്ട് തന്നെ ചെറിയ മോഷണവും അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള രീതിയിൽ വളർന്നു വരുന്നതാണ്. ഞാനും മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അയാൾ 50 വയസ്സ് വരെ കല്യാണം കഴിക്കാതിരുന്നു. അല്ലെ, അതൊരു പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. ഈ എല്ലാ കുറ്റകൃത്യങ്ങളും തുടക്കത്തിൽ തന്നെ വലിയ കുറ്റവാളികളായിരിക്കണമെന്നില്ല. ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് അയാൾക്ക് കുറച്ചുകൂടെ കാശിന് ആവശ്യം വരികയും അതല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് കാശ് സമ്പാദിക്കാൻ പറ്റുമെന്നുള്ളൊരു മാർഗം കണ്ടെത്തുമ്പോഴാണ് ഈ രീതിയിൽ വന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഈ ബിന്ദുവിൻ്റെ കേസിൽ ബിന്ദു മിസ്സിങ് ആവുന്നത് 2002-ലാണ്. അവരുടെ ഭൂമി, എടപ്പള്ളിയിലുള്ള ഭൂമി 3.5 കോടിക്കോ മറ്റോ വിൽക്കുന്നത് 2013-ലാണ്. ആ 2013 വിൽക്കുമ്പോൾ ഈ പറഞ്ഞ ബിന്ദു ജീവിച്ചിരിപ്പില്ല. അതിനർത്ഥം ആ ബിന്ദു മരിച്ചു പോവുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബിന്ദു പിക്ചറിലില്ല. കാരണം 10 വർഷക്കാലത്തോളം അവരെപ്പറ്റി യാതൊരു വിവരവും നമുക്ക് കിട്ടുന്നില്ല. അവരുടെ ബന്ധുക്കൾക്കോ പൊതുജനങ്ങൾക്കോ ആർക്കുമില്ല. ആ സമയത്താണ് ജയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ചേർത്തല തന്നെയുള്ള ഒരു സ്ത്രീയെ ആൾമാറാട്ടം നടത്തിച്ച് അവരുടെ ID കാർഡും മറ്റുള്ള രേഖകളെല്ലാം തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്തു നിന്ന് വ്യാജമായിട്ട് സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്ന് ഈ പറഞ്ഞ സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്ത് അങ്ങനെയാണ് ആ രീതിയിൽ അവർ രജിസ്ട്രേഷൻ നടത്തുന്നത് ഈ ഭൂമിയിൽ. അപ്പം ബിന്ദു എന്ന് പറയുന്ന ആൾ ആൾമാറാട്ടം നടത്തി, ജയ എന്ന് പറയുന്ന ആൾ ആൾമാറാട്ടം നടത്തി ബിന്ദു ആണെന്ന് ധരിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആ കേസ് അന്വേഷിച്ച് ഇപ്പോഴാ കേസ് വിസ്താരത്തിൽ നിൽപ്പുണ്ട്. ഈ കേസ് അന്വേഷിച്ച കാലഘട്ടത്തിൽ പോലീസിന് അറിയാം ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയ ഒരു സ്ത്രീ, മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ 10 വർഷക്കാലത്തോളം മിസ്സിംഗ് ആണ്. നിയമപരമായിട്ട് 7 വർഷത്തോളം ഒരാളെപ്പറ്റി കണ്ടില്ലെങ്കിൽ നിയമപരമായിട്ട് 7 വർഷം കഴിഞ്ഞാൽ അയാൾ മരണപ്പെട്ടു എന്നാണ് പ്രസംപ്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെപ്പറ്റി പോലീസ് ഗൗരവമായിട്ട് അന്വേഷിച്ചില്ല എന്നുള്ളത് നമ്മളിതിൽ മനസ്സിലാക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്, അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം അതിന് പരാതി ഉണ്ടായിട്ടുണ്ടാവില്ല. അതിൽ പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു 10 വർഷക്കാലമായിട്ട് ഈ വിഷയമായിട്ട് ബിന്ദുവിൻ്റെ വസ്തു ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് പോയി ഒരുവിധം നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു സ്ത്രീയെ കാണാതായിട്ട് 10 വർഷക്കാലത്തേക്ക് പരാതി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? പരാതി ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പോലീസിൻ്റെ ശ്രദ്ധയിൽ ആ സമയത്ത് വന്നിട്ടുണ്ടല്ലോ ഇത് കാണപ്പെടാത്ത കാണാതെ പോയ ഒരു സ്ത്രീയുടെ പ്രോപ്പർട്ടിയാണെന്നുള്ളത്. അപ്പോഴും അതിനകത്തൊരു ഗൗരവതരമായ ഒരു അന്വേഷണം നടന്നോ എന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ സാഹചര്യം എന്താണെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല.
അതേ സാഹചര്യം തന്നെയാണ് പിന്നീട് തുടർന്ന് അതിൽ പിടിക്കപ്പെടാതെയോ അല്ലെങ്കിൽ അതിലേക്ക് വെളിവാകപ്പെടാതെയോ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും വീണ്ടും ആളുകളെ അതിലേക്ക് കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ്. അത് ശരിയായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷിച്ചാൽ ഇതിൽ ഉൾപ്പെട്ട ഈ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട പ്രതികളെ തന്നെ ചോദ്യം ചെയ്താൽ ആ സംഭവത്തിൽ എന്ത് നടന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ കൂട്ടുപ്രതികളുണ്ട്, 7 പ്രതികളാണ് അതിനകത്ത് മൊത്തമായിട്ടുള്ളത്. ഒരു ബ്രോക്കർ, ലോറി ബ്രോക്കറുണ്ട്, അയാളാണ് ഇതിനെ ഇടപാടാക്കി കൊടുത്ത് ഈ രേഖകൾ ശരിയാക്കി കൊടുത്തത്. പിന്നെ രജിസ്റ്റർ ഓഫീസിലെ ഒരു സ്റ്റാഫുണ്ട്. പിന്നെ മറ്റൊരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ രേഖകൾ വ്യാജമായിട്ട് ഉണ്ടാക്കിയ ആളുണ്ട്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞതുപോലെ സെബാസ്റ്റ്യൻ്റെ അടുത്ത കൂടെ നടക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്. അവരുടെ പേരിലേക്കാണ് ആദ്യം ഈ ഭൂമി മാറിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമ എവിടെ മിസ്സിംഗ് ആണെങ്കിൽ അവർ എങ്ങനെയാണ് മിസ്സിംഗ് ആയത് എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിലുള്ളൊരു പോലീസ് ഓഫീസർക്ക് ഉണ്ടാവേണ്ടതാണ്. അതിവിടെ ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഇപ്പം സംഭവം നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ജൈനമ്മ എന്ന് പറയുന്ന സ്ത്രീയെ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും കാണാതാവുകയും അവരെ തേടിയ പോലീസ് വരുമ്പം ഈ പറഞ്ഞ സെബാസ്റ്റ്യനും ജൈനമ്മയും ഒരേ ടവറിൻ്റെ ലൊക്കേഷനിൽ വരികയും ചെയ്തു. അങ്ങനെ ആ കേസിൻ്റെ അന്വേഷണം വന്ന ആ സാഹചര്യത്തിലാണ് സെബാസ്റ്റ്യനിലേക്ക് അന്വേഷണം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഐഷയുടെ തിരോധാനവും അതുപോലെ തന്നെ സിന്ധു എന്ന് പറഞ്ഞ 2020 തിരുവിഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മകളുടെ കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് പോയിരിക്കുന്നത്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം മകളുടെ കല്യാണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു അമ്മ, 43 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ സ്ത്രീയെ എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അവരെ കാണുന്നില്ല, അവരെ അപ്രത്യക്ഷമാവുന്നു. ആ കേസിൻ്റെ അന്വേഷണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ പറയുന്ന എല്ലാ ആളുകളും, ഈ സ്ത്രീകളെല്ലാവരും തന്നെ സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം സുരക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളവരാണ്. അവർക്കെല്ലാം 40 വയസ്സിനും 50 വയസ്സിനും ഒക്കെ ഇടയിൽ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ്, ഒറ്റയ്ക്ക് കഴിയുന്നവരാണ്. സാർ പറഞ്ഞ പോലെ തന്നെ മധ്യവയസ്സുള്ള സ്ത്രീകളുമാണ്. പക്ഷേ സാർ ഒരു മിനിറ്റ് ഞാൻ വരാം. ഞാൻ ശ്രീമതി സിജിത അനിലേക്ക് ഒന്നും പോട്ടെ. ശ്രീമതി സിജിത, ഇതൊരു പ്ലോട്ടായി കാണുകയാണെങ്കിൽ, അതായത് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വസ്തു വ്യാപാരി, അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധങ്ങൾ, അതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്ന ദുരൂഹമായ ഈ സ്ത്രീകളുടെ തിരോധാനം, സെബാസ്റ്റ്യൻ വസ്തുവകകൾ തട്ടി, സ്വർണ്ണാഭരണങ്ങൾ തട്ടി ഈ സ്ത്രീകളെയൊക്കെ കൊല ചെയ്തു എന്ന് സംശയിക്കാവുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ ഈ സംഭവങ്ങളെ, ഇതുവരെ വന്ന വിവരങ്ങൾ ഒന്നാകെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശ്രീമതി സിജിത. ഈ കൊലപാതകങ്ങളൊക്കെ ഒരു മർഡർ സീരീസ് ആയിട്ട് ചെയ്തിരിക്കുന്ന വ്യക്തി സൈക്കോളജിക്കലി വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് മെൻ്റലി ഫിസിക്കലിയും അയാൾ സ്വയം ട്രെയിൻഡ് ആയിട്ട് തന്നെ മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നന്നായിട്ട് ഇടപഴകുകയും വിശ്വാസ്യത തോന്നുന്ന തരത്തിൽ എല്ലാവരുമായിട്ട് തൻ്റെ ഓരോ കാര്യങ്ങളും പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന, എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പോൾ ഇവിടെ സെബാസ്റ്റ്യൻ പ്രതിപട്ടികയിൽ നിൽക്കുമ്പോഴും ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന അയാൾ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ കത്തിക്കരിഞ്ഞ ശരീരാവസ്ഥയുടെ അസ്ഥികൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് യാതൊരു ഭാവമാറ്റങ്ങളും ഇല്ല. ഇതൊന്നും താൻ ചെയ്തതല്ല എന്നും തന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്നുള്ള ഒരു തരത്തിലാണ് അയാൾ ഇപ്പോഴും ഒരു ദുരൂഹമായ നിഗൂഢമായ രീതിയിലാണ് അയാളുടെ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ശ്രീമതി സിജിത, ഇതൊക്കെ അയാൾ ചെയ്തതാണെന്ന് തെളിയിക്കാവുന്നൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഒരു കൊലപാതകം ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അയാൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണല്ലോ. അങ്ങനെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ മാനസിക പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത് അസുഖമുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ താൻ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമൊന്നുമല്ല, താൻ ഒരിക്കലും ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സമൂഹത്തെ ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് അത് അയാളുടെ പെരുമാറ്റം. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ അസ്ഥിഭാഗങ്ങൾ കിട്ടി എന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സെബാസ്റ്റ്യന് ഈ പറയുന്ന സ്ത്രീകൾ, കാണാതായ മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഐഷയുടെ മകൻ മജീദും റോസമ്മ ചേച്ചി ഒക്കെ പറഞ്ഞെടുത്ത്
റോസമ്മ ചേച്ചിയുടെ സംസാരത്തിലും മജീദ് പറയുന്ന കാര്യങ്ങളുമൊക്കെ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഒന്നിനോട് യോജിക്കുന്നില്ല. അവരെ കാണാതായ വർഷം തൊട്ട് പറയുന്നതൊന്നും അത്ര യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പക്ഷേ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം ഇവരെ പറയുന്നതല്ല. പക്ഷെ ഐഷയ്ക്ക് ബിന്ദു പത്മനാഭന് ഒക്കെ ഈ സെബാസ്റ്റിനുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥല വിൽപ്പനയിലും ഒക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പം അയാളുമായി ബന്ധമുള്ള സ്ത്രീകളാണ് മധ്യവയസ്കരായിട്ടുള്ള ഒരു 40-നും ഒരു 60-നും ഇടയിലുള്ള സ്ത്രീകളാണ് കാണാതായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം സ്ത്രീകളെ സമീപിക്കുമ്പോൾ സ്ഥലക്കച്ചവടത്തിനായിട്ടാണ് എങ്കിലും കല്യാണം ആലോചിക്കാനായിട്ടാണെങ്കിലും അവരെ സഹായിക്കാൻ എന്ന രീതിയിലാണെങ്കിലും ഒരു രക്ഷകൻ ചമഞ്ഞ് ഇയാൾ എത്തിയപ്പോൾ അവിടെയൊക്കെ അയാൾ എത്തിയിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പം തെളിയിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും കുറ്റാരോപിതനായി നിൽക്കുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ ഉടമയാണ്. ഒന്നുകിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടാവും, അയാളുടെ പിന്നിൽ വേറെയും ആളുകളുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് ഈ വിഷയം കടന്നു ചെല്ലുന്നത്. ശരി, ഒരു മിനിറ്റ് ശ്രീമതി സിജിത, ഞാൻ വരാം. റോസമ്മ ചേച്ചി നേരത്തെ എന്തോ രേഖകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റോസമ്മ ചേച്ചി എന്താ പറയാനുള്ളത്? എന്തോ ഒരു രേഖയുണ്ടല്ലോ കയ്യിൽ. ഉണ്ട്. എന്താ അത്? ആധാരം എഴുതിയ ഡേറ്റ് വായിക്കട്ടെ. 2026 ഫെബ്രുവരി മാസം 26 ഈ ആധാരം നടന്ന ദിവസം 2016 അല്ലേ? 2016 2016 ഫെബ്രുവരി മാസം 26 അപ്പൊ അതിന് ശേഷമാണ് ഈ വീട്ടിലേക്ക് സെബാസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ? അതെ. അത് 2017 അല്ല, ഈ 2016 ഫെബ്രുവരി മാസമാകുമ്പോൾ ഫെബ്രുവരി കഴിഞ്ഞിട്ടല്ലേ ഓഗസ്റ്റ് 15 മാതാവിൻ്റെ പെരുന്നാള് പള്ളിപ്പകം പള്ളിയിൽ. അപ്പം ഞാൻ ഈ 16 പോയത്. ശരി, അപ്പോൾ 2016 ഓഗസ്റ്റ് 15 ഐഷയെ അവസാനമായി കണ്ടത് അല്ലേ? അല്ല, ഞാൻ കണ്ടില്ല. ഫോൺ വന്നു. ദിവസമാണ് കണ്ടത്. ഞാൻ പള്ളി പോയിച്ച് വരുമ്പോഴാണ് ഫോൺ വന്നത്. അപ്പം അതായത് 2016 ഫെബ്രുവരി 15 കാണാതായത്. ശരി, മജീദ് 2012 കാണാതായി എന്ന് മകനെന്ന നിലയിൽ ഉമ്മയെ കാണാതായി എന്ന് നിങ്ങൾ പറയുമ്പോൾ 2016 ഓഗസ്റ്റ് 15 ഫോൺ വന്നിട്ടുണ്ട്. ഈ റോസമ്മയ്ക്ക് ഐഷയുടെ ഫോൺ വന്നിട്ടുണ്ട്. അല്ല, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരും സ്റ്റേഷനിൽ വന്നാണല്ലോ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്തും അവർ വന്നിരുന്നതാണ്. അവിടെ സ്റ്റേഷനിൽ വന്നിരുന്നു. എന്തുകൊണ്ട് അവർ മക്കളായ ഞങ്ങളെയോ സ്റ്റേഷനിലോ റിപ്പോർട്ട് ചെയ്തില്ല? ഇങ്ങനെ ഒരു കോൾ വന്നിരുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ടിരുന്നു എന്ന് അവർ പറഞ്ഞില്ലല്ലോ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ഫോണ് കാണിച്ചു കൊടുത്ത ഇതേ കോള് വന്നെന്നാ പറഞ്ഞു. ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്ന സമയത്തും പോലീസ് സ്റ്റേഷനിൽ ഇവരെ വിളിപ്പിച്ചതും കൂടിയാണ്. എന്നിട്ടും അവർ പറഞ്ഞില്ല. ഇപ്പം അപ്പം അതിൻ്റെ ഇത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒന്നെങ്കിൽ മക്കളായ ഞങ്ങളെ വിളിച്ച് പറയാം, അതല്ലെങ്കിൽ ഈ ഐഷ എന്ന് പറയുന്ന എൻ്റെ ഉമ്മയുടെ സഹോദരൻ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്, അവരോട് പറയാം. അവരോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരോട് പറയാം, അതും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം, അതും ചെയ്തില്ല. പിന്നെ ഇവരിപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇത് എനിക്ക് മനസ്സിലാവണില്ല. ഇത് അല്ല, ഇങ്ങോട്ട് ഇത് ആരാ പറഞ്ഞത്? ഞാൻ നേരെ ചെന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള ബാപ്പയുടെ ആണ് ആദ്യം പറഞ്ഞത്. ബാപ്പയാ ഇവരെയൊക്കെ വിളിച്ച് വരുത്തിയത്. എന്നിട്ടും പിന്നെ ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ച് പറയുന്നത്. ഈ മജീദ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ പരാതിപ്പെട്ടത് ഏത് വർഷമാണ് മജീദ്? എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ട സമയം. നിങ്ങൾ പരാതിപ്പെട്ടത് ഏത് വർഷമാണ് മജീദ്?
അത് ഏകദേശം 2012 എന്നാണ് എൻ്റെ വിശ്വാസം. ശരി, എന്തായാലും അത് 2013 അപ്പുറത്തേക്ക് പോവില്ലല്ലോ. ഇല്ല. ശരി, അപ്പോൾ നിങ്ങൾ പറയുന്നത് 2 തീയതികളാണ്. അതായത് മജീദ് പറയുന്നത് 2012-ലോ 2013-ലോ പരാതിപ്പെട്ടു എന്നാണ്. ഇവിടെ റോസമ്മ പറയുന്നത് അവിടെ 2016 ഓഗസ്റ്റ് 15-ന് ഫോൺ വന്ന കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ കാര്യത്തിൽ തന്നെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇടവേള എടുക്കാം, തിരിച്ചു വരാം. ആന്റണി സാർ, ഇനിയിപ്പോൾ ഇതിൻ്റെ അന്വേഷണം എങ്ങനെയാണ് പോകേണ്ടത്? എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിനെ സംബന്ധിച്ച് ഇനി നിർണായകമായിട്ടുള്ളത്? മാത്രമല്ല, കഴിഞ്ഞ 20 വർഷത്തെ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തിരോധാന കേസുകൾ, പ്രത്യേകിച്ച് ഇതേപോലെ ഈ ജീവിത പശ്ചാത്തലമുള്ള മധ്യവയസ്സുള്ള സ്ത്രീകളുടെ തിരോധാനം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ സെബാസ്റ്റ്യനെ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി ഇതിൽ നിർണായകമാവുക? അഥവാ ഇനി ഇതൊരു സീരിയൽ കില്ലറായി സെബാസ്റ്റ്യൻ ആണ് എന്നാണ് വരുന്നതെങ്കിൽ തന്നെ അത് തെളിയിക്കുക ഏറെക്കുറെ ദുഷ്കരമായ ഒരു ദൗത്യമാകില്ലേ പോലീസിനെ സംബന്ധിച്ച്? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇപ്പം ശ്രീ മജീദും ശ്രീമതി റോസമ്മയും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യമാണ്. രണ്ടുപേരും ജെനുവിനായിട്ടുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 2012 ഐഷയെ കാണാതായിരിക്കുകയാണ്. 2016 ഐഷയുടെ ഫോണിൽ നിന്ന് റോസമ്മയെ ആരോ വിളിച്ചു എന്നാണ്. ആരാ വിളിച്ചതെന്നുള്ളത് റോസമ്മ ഐഷയുമായിട്ട് സംസാരിച്ചതായിട്ട് അവർ പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നതാണ് അങ്ങനെ. കാരണം ഈ ഐഷയുടെ ഫോൺ ആരോ കൈവശം വെച്ച് കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാൻ വേണം. അല്ല സാർ, അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. അല്ല സാർ, അതിനു മുൻപ് 2016 ജനുവരി 16-ന് ഇവർക്ക് ഭൂമി കിട്ടിയ ശേഷമാണ് സെബാസ്റ്റ്യൻ ആ പ്രദേശത്ത് ഇവരുടെ ഭൂമിയിൽ മറ്റേ ഇത് കൊണ്ടുവന്നെല്ലാം വൃത്തിയാക്കുന്നത്. അതിൻ്റെ പേരിലാണ് റോസമ്മ ഐഷയുമായി പിണങ്ങുന്നത്. അപ്പോഴത് 2016-ന് ശേഷമാണെന്നാണ് റോസമ്മ പറയുന്നത്. അപ്പോൾ റോസമ്മ കണ്ടിട്ടുണ്ട് ഐഷയെയും സെബാസ്റ്റ്യനെയും. അത് ശരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഫോണിൽ കൂടെ മാത്രമാണെന്നുണ്ടെങ്കിൽ ഫോണ് ഈ രീതിയിൽ സംഭവിക്കാം ചിലപ്പോൾ. ഞാൻ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. കാരണം ഇത് സങ്കീർണമായിട്ടുള്ളൊരു കേസാണ്. പക്ഷേ ഇതിൽ അവർ വീടിൻ്റെ പരിസരത്ത് നിന്നും കുറച്ച് മനുഷ്യ ശരീരത്തിൻ്റെ എല്ലിൻ്റെ ഭാഗങ്ങൾ കണ്ടെടുത്തു. ഒരു ക്യാപ്പിട്ടിരിക്കുന്ന പല്ല് കിട്ടി, കൃത്രിമ പല്ല് അല്ലെങ്കിൽ ക്യാപ്പ് ഇട്ട ഒരു പല്ല് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതിലിപ്പോൾ അത് ആരുടെയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഇതിലാകെ നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള 4 പേരാണ്. ആ 4 പേരിൽ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് ആരുടെ ശരീരഭാഗമാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പം ജിയോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവരുടെ സഹായത്തോടുകൂടി 25 അടി താഴ്ചയിൽ എവിടെയെങ്കിലും ശരീരഭാഗങ്ങൾ കിടപ്പുണ്ട് എങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുന്ന യന്ത്രം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സഹായം ഇപ്പോൾ പോലീസ് തേടിയിട്ടുണ്ട്. അതടുത്ത് വൈകാതെ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ തെളിവുകൾ ശേഖരിക്കാം. പക്ഷേ തെളിവുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. കാലാന്തരത്തിൽ ഈ പറഞ്ഞ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇത് അന്വേഷിച്ച് പോയിരുന്നുവെങ്കിൽ ഈ കേസ് കൃത്യമായി തെളിയിച്ച് കൊണ്ടുവരാമായിരുന്നു. ഇപ്പോൾ അവരെല്ലാം പറഞ്ഞതിൽ നിന്ന് സെബാസ്റ്റ്യൻ ഇത് ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ക്രൂരതയുള്ള ഒരു ക്രിമിനലാണെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, മുമ്പ് പറഞ്ഞതുപോലെ മിസ്സിംഗ് ആയിട്ടുള്ള ഈ പ്രായത്തിലല്ല, അതിൽ 40 വയസ്സിന് മുകളിലൊക്കെ ഉള്ള പ്രായമുള്ള ആളുകളുടെ കയ്യിൽ കാശോ സാമ്പത്തികമോ വരുവുള്ളൂ. അതുകൊണ്ടാണ് ചിലപ്പോൾ അയാൾ അവരെ സമീപിക്കുന്നത്. സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണോ എന്ന കാര്യമൊക്കെ അന്വേഷണത്തിലൂടെ തെളിയേണ്ടതും കണ്ടെത്തേണ്ടതുമായ കാര്യങ്ങളാണ്. പക്ഷേ തിരോധാന കേസുകളുടെ എണ്ണം കൂടുന്നു. ആ പട്ടികയിലേക്ക് സിന്ധു എന്ന ഒരു മധ്യവയസ്സ ഉള്ള സ്ത്രീയുടെ തിരോധാനം കൂടി ഇപ്പോൾ അന്വേഷിക്കേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ കഴിഞ്ഞ 20 വർഷമായി സ്ത്രീകളെ കാണാതായ സംഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് വെച്ച് ഈ കേസ് അന്വേഷിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ DGPയുടെ നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഇനി ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത് നടുക്കുന്ന വിവരങ്ങളായേക്കാം. സെബാസ്റ്റ്യൻ ഈ കൊലപാതകമൊക്കെ നടത്തി എന്ന് തെളിയിക്കേണ്ട ഭാരിച്ച ഒരു ഉത്തരവാദിത്വവും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.